നിങ്ങളൊരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണോ? IAS ഗേറ്റ് ലെവൽ ക്ലാസുകൾ ഇനി ഏറ്റവും കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്കും സ്വന്തമാക്കാം. ഇൻസ്പയർ ടെക്നിക്കൽ PSCയുടെ ഓൺലൈൻ ക്ലാസുകളിലൂടെ വീക്ക്ലി ലൈവ് ക്വിസ്, ഇന്ററാക്റ്റീവ് ക്ലാസുകളും ഇനി വിരൽത്തുമ്പിൽ. എനി ടൈം വീഡിയോ ലൈബ്രറി, ലെക്ചർ നോട്ട്സ്, പ്രാക്ടീസ് ടെസ്റ്റ് സീരീസ്. ഇൻസ്പയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ്. കൂടുതൽ വിവരങ്ങൾക്ക് 6238621268 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻസ്പയർ ടെക്നിക്കൽ PSC. ഇപ്പോൾ നമ്മൾ നടത്തി വന്നിരുന്ന പോളിടെക്നിക് ലെക്ചറർ കോച്ചിങ്ങിന്റെ ഭാഗമായിട്ടുള്ള മോക്ക് ടെസ്റ്റ് സീരീസിന്റെ 5th വെർഷനാണ് നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നടത്തുന്നത്. അപ്പോൾ നമ്മൾ 110-120ഓളം വീഡിയോ ചെയ്തതിൽ നിന്നുള്ള 36 തൊട്ട് 40 നമ്പറിലുള്ള വീഡിയോസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ, ദാറ്റ് മീൻസ് മോക്ക് ടെസ്റ്റിലൂടെ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. ഇനിയിപ്പോൾ ആരെങ്കിലും ഉണ്ടോ? ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇന്നത്തെ മോക്ക് ടെസ്റ്റിന്റെ ഫസ്റ്റ് വെർഷനിലേക്ക്, ദാറ്റ് മീൻസ് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ നീങ്ങുവാണ്. ഓക്കെ, അപ്പോൾ ആൻസർ ഫാസ്റ്റ് ടു ഗെറ്റ് പോയിന്റ്സ്. A 0 to 6 count consists of 3 flip-flops and a combination circuit of 2 input gates. The combination circuit of 1 AND gate, 1 OR gate, 1 and 1 OR gate, and finally option D, 2 AND gates. ആൻസർ ചെയ്യുക. ഒരു കൗണ്ടറിന്റെ 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉള്ള ഒരു കൗണ്ടറിന്റെ കൗണ്ട് എന്ന് പറയുന്നത് 0 to 6 വരെയാണ്. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് കോമ്പിനേഷൻ സർക്യൂട്ട് യൂസ് ചെയ്തിട്ടുണ്ട് 2 ഇൻപുട്ട് ഗേറ്റിൻ്റെത്. ഏതൊക്കെ ഗേറ്റ് അല്ലെങ്കിൽ ഏത് ഗേറ്റ് ആണ് ആവശ്യമായിട്ട് വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ഡിസ്കസ് ചെയ്ത ഫാക്ട് തന്നെ. അപ്പോൾ ഇത് വെച്ചിട്ട് പല ക്വസ്റ്റ്യൻസും വരാം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മോഡലാണ് ഇപ്പോൾ ഇവിടെ നിങ്ങളിപ്പോൾ കാണുന്നത്. ആൻസർ ഫാസ്റ്റ് ആയിട്ട് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ടൈമിങ് കാണാം. പേപ്പറും പേനയും എടുത്തിട്ട് തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കണം. ചെയ്തു നോക്കിയിട്ട് 10 സെക്കൻഡ്സ് റിമൈനിങ്. ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്ന് ബാക്കിയുള്ളവരും കൂടെ ക്ലിക്ക് ചെയ്യാം. 5, 2, 1, ടൈം അപ്പ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് നോക്കാം. എന്താണ് ഇവിടെ? 2 AND ഗേറ്റ്സ് ആണ്. ഓക്കെ, നമ്മൾ കോമ്പിനേഷൻ സർക്യൂട്ടിൽ വരുന്ന സർക്യൂട്ടിൽ വരുന്ന ഗേറ്റുകൾ എന്ന് പറയുന്നത് 2 AND ഗേറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ കാരണങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നീങ്ങാം. ക്വസ്റ്റ്യൻ 2 ഫസ്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ട് തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കണം എല്ലാവരും. 3 ripple counters are connected in series, say mode 10, mode 5, mode 2 counters respectively. If the clock input is 100 kHz, then output frequency of the circuit is. അപ്പോൾ 1 മിനിറ്റിൽ കൂടുതൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്രയൊന്നും ആവശ്യം വരുന്നില്ല ആക്ച്വലി ഈ ഒരു പ്രോബ്ലത്തിന്. ആൻസർ ചെയ്യുക. പ്രീവിയസ് ചോദിച്ച ഗേറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഗേറ്റ് ക്വസ്റ്റ്യൻസ് കൂടാതെ തന്നെ PSCയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ ചെയ്യാം. ഗേറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഹൈ ലെവൽ, ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിരുന്നു. ഹൈ ലെവൽ ഗേറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പഠിച്ചിട്ട് കാര്യം ഉണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാൽ എക്സാമിന് അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പല സിമ്പിൾ ക്വസ്റ്റ്യൻസിന്റെയും സമയം അവിടെ നഷ്ടമാവും. അങ്ങനെ ചോദിക്കില്ല എന്നാണ് വിശ്വാസം. കാരണം പോളിടെക്നിക് ലെക്ചറർ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ എന്താണ് ഗേറ്റ് ലെവലിന്റെ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 3-4 മിനിറ്റ് ഒക്കെ എടുത്ത് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതൊന്നും എന്താണെങ്കിലും വരാൻ ചാൻസ് ഇല്ല. അപ്പൊ അതിന്റെ ഒരു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ റേഞ്ചിലാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. അപ്പം സിമ്പിൾ ആണ്, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ വലിപ്പം ഒരു വലുതായിട്ട് തോന്നും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ഗേറ്റിൽ നിന്ന് അഡോപ്റ്റ് ചെയ്യാനുള്ള ചാൻസ്. അപ്പൊ ഇങ്ങനെയുള്ള രീതിയിൽ സെലക്ട് ചെയ്ത് സെലക്റ്റീവ് ആയിട്ട് ഞാൻ നമ്മുടെ ഇപ്പോൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത 110 വീഡിയോസിൽ നമ്മൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്താണ് പഠിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ആ ഒരു ഗേറ്റ് മോഡലിലും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ചേർത്താണ് ഓരോ സെഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഓരോ സെഷൻസിൽ ആദ്യമൊക്കെ പറയുമായിരുന്നു ഗേറ്റ് ക്വസ്റ്റ്യൻ ആണ്, പിന്നെ അതുപോലെ തന്നെ IAS ക്വസ്റ്റ്യൻ ആണെന്നൊക്കെ. അപ്പൊ അവസാനത്തെ വീഡിയോസിൽ ഏത് നിന്ന് എടുത്തതാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അതെല്ലാം തന്നെ ഗേറ്റ് റിലേറ്റഡും IAS റിലേറ്റഡും ആണ്. ഓക്കെ, ഇനി അതിൽ ഡിസ്കസ് ചെയ്യാതെ നമ്മൾ ഈ ക്ലാസിന്റെ എൻഡ്, പിന്നെ ക്ലാസിന്റെ തിയറി എല്ലാം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? നമുക്ക് ഫൈനലി കിട്ടുന്നത് എത്രയായിരിക്കും? ഔട്ട്പുട്ട് സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി ആയിട്ട് കിട്ടുന്നത് 1 kHz ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. തേർഡ് വൺ.
സോ ലിങ്ക് കിട്ടാത്തവരാരെങ്കിലും ഉണ്ടോ? ലിങ്ക് കിട്ടാത്തവരുണ്ടെങ്കിൽ ഇവിടെ ഞാൻ സെൻഡ് ചെയ്യുന്നുണ്ട്, ലിങ്കിൽ കയറുക. ഫ്രം ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് വൺ ഈസ് ട്രൂ അബൌട്ട് ഡൈനാമിക് റാം? stores data's voltage, very high speed, high storage capacity, made up of flip-flops. ഇതിൽ ഏതാണ് ഡൈനാമിക് റാമിനെ കുറിച്ച് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദ്യം. വായിച്ചിട്ട് ആൻസർ ചെയ്യുക. സഫീഷ്യന്റ് ആയിട്ടുള്ള ടൈം ഇട്ടിട്ടുണ്ട്, ആൻസർ നോക്കിയിട്ട് ചെയ്യാം പെട്ടെന്ന്. ഫ്രം ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് നമ്മൾ മെമ്മറി ഡിവൈസസുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. അവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ആക്ച്വലി ഇതൊന്നും ഇട്ടിരുന്നില്ല, വേറെ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഇട്ടിരുന്നു. അപ്പൊ അതിൽ നിന്ന് നമ്മൾ പഠിച്ച തിരയിൽ നിന്ന് ഉണ്ടാക്കിയിട്ട ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ ചോദ്യം വരാം. ആ ഒരു ടേബിൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു ഡൈനാമിക് ആൻഡ് സ്റ്റാറ്റിക് റാമിനെ കുറിച്ച്. അതിൽ നമ്മൾ കണ്ടിരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസ് നോക്കുക, പോളിംഗ് സ്റ്റാറ്റസ്. അപ്പോൾ എന്താണ് ഡൈനാമിക് റാമിനെ കുറിച്ചിട്ട് ശരിയായിട്ടുള്ളത്? ആകെയുള്ളത് ഹൈ സ്റ്റോറേജ് കപ്പാസിറ്റി എന്നുള്ളതാണ്. ആ ടേബിൾ എടുത്ത് നോക്കിയാൽ മതി. ബാക്കിയുള്ള കേസുകളെല്ലാം സ്റ്റാറ്റിക് റാമിനെ കുറിച്ചിട്ടുള്ളതാണെന്ന് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആരെങ്കിലും ഇനി അറ്റൻഡ് ചെയ്യാനുണ്ടോ? ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ, എല്ലാവരും ജോയിൻഡ് അല്ലേ? ഓക്കെ, അപ്പോ നാലാമത്തെ ക്വസ്റ്റ്യൻ. The data can be erased by the exposure of UV light in EMROM, EEPROM, static RAM, EEPROM. ഇതിൽ ഏതാണ് അൾട്രാ വയലറ്റ് ലൈറ്റിന്റെ എക്സ്പോഷർ കൊണ്ട് നമുക്ക് ഡേറ്റ എറൈസ് ചെയ്യാൻ പറ്റുന്ന മെമ്മറി ഡിവൈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ചെയ്യുക എല്ലാവരും. ഇപ്പോൾ മെമ്മറി ഡിവൈസസിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്ന ഫാക്റ്റ് ആണ്. സഫീഷ്യന്റിനേക്കാൾ കൂടുതൽ സമയം ഇട്ടിട്ടുണ്ട്. ആൻസർ ആലോചിച്ച് തന്നെ നിങ്ങൾ ചെയ്യുക. അപ്പൊ ഇത്രയും സമയമൊന്നും ആക്ച്വലി നിങ്ങൾക്ക് എടുക്കാൻ പാടില്ല. അപ്പൊ നിങ്ങളുടെ പോളിംഗ് എല്ലാവരും വോട്ട് ചെയ്തിരിക്കുന്നു, കൊള്ളാം, കൺഗ്രാറ്റ്സ്. അപ്പൊ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് അറിയാവുന്ന കാര്യം, എന്നാലും കുറച്ച് പേര് തെറ്റിച്ചിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടിയാണ് ഈ ഒരു റിലേറ്റഡ് ക്വസ്റ്റ്യൻ ഇട്ടത്. അപ്പോൾ ഏതാണ് എറൈസബിൾ പ്രോം ആണ്, ഇ പ്രോം ആണ് ഈ ഒരു ഫംഗ്ഷൻ വഴി നമുക്ക് എറൈസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, തെറ്റിച്ചവർ മനസ്സിലാക്കണം. എങ്ങനെയാണ് നമ്മൾ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ക്ലാസ്സിൽ തീർത്തതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ പിന്നിട്ടപ്പോൾ നിങ്ങളുടെ ലീഡർ ബോർഡിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. അവസാനം നമുക്ക് ആരാണെന്നുള്ളത് അനൗൺസ് ചെയ്യാം, കാണിക്കും. ഇപ്പൊ നിങ്ങളൊന്ന് വിലയിരുത്തിക്കൊള്ളുക നിങ്ങളുടെ പൊസിഷൻ എവിടെയാണ് എന്നുള്ളത്. അതിനുവേണ്ടിയാണ് ഈ ഇടയ്ക്കൊരു 4 ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് ലീഡർ ബോർഡ് ഇടുന്നത്. നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് നിങ്ങൾ വിലയിരുത്തുക. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി മാത്രം. ഓക്കെ, നമുക്കെങ്കിൽ 5th ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം അല്ലെ? ഓക്കെ, fifth one. An 8-bit DAC has step size of 20 millivolt. Find the full scale output voltage. 2 മിനിറ്റ് ഇട്ടിട്ടുണ്ട്. സമയം പോലെ ചെയ്തിട്ട് ആൻസർ ചെയ്യുക. ഇത്രയും സമയമൊന്നും വേണ്ട ആക്ച്വലി ഇത് കണ്ടുപിടിക്കാൻ. ഇക്വേഷൻ അറിയാമെങ്കിൽ മാത്രം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, an 8-bit DAC has step size of 20 millivolt. Find the full scale output voltage ആണ് ചോദ്യം. ആൻസർ എല്ലാവരും ചെയ്യണം, ചെയ്ത് കണ്ടുപിടിക്കുക. സഫീഷ്യന്റ് ടൈം ഉണ്ട്. നോക്കിയിട്ട് നിങ്ങൾ പേപ്പറും പേന എടുത്തിട്ട് ചെയ്തിട്ട് തന്നെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഓക്കെ, എല്ലാവരും ചെയ്തോ? കിട്ടിയോ? ഓക്കെ, പെട്ടെന്ന് ഇനി 1 മിനിറ്റിൽ കൂടുതൽ സമയമുണ്ട്. സ്പീഡായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ സമയം കുറവാണെന്ന് പറഞ്ഞതുകൊണ്ട് കൂട്ടിയിട്ടേ ഉള്ളൂ. ആക്ച്വലി ഇത്രയും സമയമൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പം ഇപ്പൊ നിങ്ങളത് ചെയ്തോളുക. സ്പീഡിൽ ചെയ്ത് നോക്കാൻ ശീലിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഡാക്കിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. 5.1 വോൾട്ട് ആണോ, 4.1 വോൾട്ട് ആണോ, 3.1 വോൾട്ട് ആണോ, ഓർ 6.1 വോൾട്ട് ആണോ? ആൻസർ ചെയ്യുക. seconds. കുറച്ച് പേരും കൂടെ ആൻസർ ചെയ്യാനുണ്ട്. പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചിട്ട് ആൻസർ ചെയ്യാം. ഇപ്പം നമ്മുടെ ഇതിന് എടുക്കേണ്ട സമയത്തെക്കാട്ടിലും കൂടുതൽ ഇപ്പൊ കഴിഞ്ഞു പോയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനിയും ഇതിൽ കൂടുതൽ എടുക്കാൻ പാടില്ല. ഇനിയും 20-30 സെക്കൻഡോളം ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും എടുക്കാൻ പാടില്ല. ഓക്കെ, അതനുസരിച്ചുള്ള ടൈം മാനേജ്മെന്റും കൂടെ നിങ്ങൾ നോക്കണം. ഓക്കെ, 15 seconds റിമൈനിങ്. 10 seconds. നെഗറ്റീവ് മാർക്കിംഗ് തൽക്കാലം ഇല്ല, പക്ഷെ നിങ്ങൾ കറക്കി കൂത്തണ്ട, അതായിരിക്കും നല്ലൊരു ശീലം. ചെയ്ത് കണ്ടുപിടിച്ച് കിട്ടിയെങ്കിൽ മാത്രം ചെയ്താൽ മതി. 3 seconds, 2, 1, ടൈം ഓഫ്.
നിങ്ങളുടെ പോളിംഗ് സ്റ്റാറ്റസ് നോക്കാം. ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, അപ്പൊ ആൻസർ ഏതാണ്? 5.1 വോൾട്ട് ആണ് നമുക്ക് ഫുൾ സ്കെയിൽ വോൾട്ടേജ് ആയിട്ട് കിട്ടുന്നത് ഫ്രം 5th question. And next one, 6th one. Okay, an 8-bit DAC has step size of 20 millivolt. Find the percentage resolution. 0.392, 0.492, 0.592, 0.303. അപ്പോൾ സെയിം നേരത്തെ അതേ ഡേറ്റാസ് തന്നെ അബൌട്ട് ദാറ്റ്. ഫൈൻഡ് ദ പെർസെന്റേജ് റെസൊല്യൂഷൻ. സോ എല്ലാവരും ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ടൈം ക്യാൻസൽ ആയിക്കോളും. അല്ലെങ്കിൽ ഈ പറഞ്ഞ 2 മിനിറ്റും അവിടെ റൺ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ആൻസർ കാണാൻ പറ്റുക. അപ്പം ബി പേഷ്യന്റ്. ചെയ്ത് കിട്ടിയവര് പെട്ടെന്ന്. ഇതും പ്രീവിയസ് ഗേറ്റ് ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ നമ്മുടെ മീഡിയം ലെവലിൽ നിൽക്കുന്ന ഗേറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ആക്ച്വലി ഇത് ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചത് ഇൻ ഗേറ്റ്. ഓക്കെ, അപ്പൊ അതിന് ഒരു 2.5-3 മിനിറ്റോളം എടുത്ത് നമുക്ക് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, രണ്ട് ക്വസ്റ്റ്യനും ഒറ്റ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നത്. അപ്പൊ അത് സ്പ്ലിറ്റ് ചെയ്തായിരിക്കും ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതുപോലെ ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ചോദ്യം വരിക, എസ്പെഷ്യലി ഫോർ ലെക്ചറിന് വേണ്ടി. ഓക്കെ, അപ്പൊ അതാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. ആൻസർ പെട്ടെന്ന് ചെയ്യാം. 40 സെക്കൻഡ്സ് റിമൈനിങ്. ഓക്കെ, പെട്ടെന്ന് 30 സെക്കൻഡ്സ്. അപ്പോൾ ഇത്രയും സമയം യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ ഉള്ളത് എക്സസ് ടൈം ആണ്. ഓക്കെ, എല്ലാവരും കുറെ പേരുണ്ടല്ലോ ജോയിൻ ഇൻ ചെയ്യാൻ വേണ്ടി, പെട്ടെന്ന് ചെയ്തോളുക. Ten seconds remaining. ഓക്കെ, എക്സസ് ടൈം ആണ്. ആക്ച്വലി ഇത്രയും ഇടണ്ടായിരുന്നു അല്ലേ? ഓക്കെ, എന്നാലും സാരമില്ല, ചെയ്ത് കിട്ടുന്നവരുണ്ടെങ്കിൽ കിട്ടട്ടെ. ഓക്കെ, അപ് ടു ടൈം അപ്പ്. അപ്പോൾ നിങ്ങളുടെ പോളിംഗ് സ്റ്റാറ്റസിലേക്ക് നോക്കുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് 0.392% ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ 6 ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അടുത്തതിലേക്ക് പോവാം. 7th one. Spectral density of white noise varies with frequency, constant, varies with bandwidth, none of this. നമ്മൾ നോയ്സ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ നോയ്സ് എന്ന പാർട്ടിൽ ലേക്ക് കടന്നിരിക്കുന്നു. അപ്പൊ അതിൽ ഡിസ്കസ് ചെയ്ത ഫാക്റ്റ് ആണ്. ആൻസർ ചെയ്യാം. സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് വൈറ്റ് നോയ്സ്. വൈറ്റ് നോയ്സിന്റെ മറ്റ് പേരുകളും അതിന്റെ സ്പെക്ട്രൽ ഡെൻസിറ്റിയും അതുണ്ടാവാനുള്ള കാരണങ്ങളും മറ്റ് നോയ്സുകളെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പോൾ ആ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. Okay, 8 seconds remaining. Yes, everyone has voted. കൊള്ളാം, congrats. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കാം. കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഇപ്പോൾ കോൺസ്റ്റന്റ് ലെവലിലാണെന്ന് നമ്മൾ ആ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ കണ്ടതാണ്. അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. Noise caused by random fluctuations in electron emission is short noise, white noise, flicker noise, cosmic noise. ഏതായിരിക്കും ആൻസർ? 38 seconds remaining. സിമ്പിൾ ആണ്, എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നതുള്ളൂ. Everyone has voted. കൊള്ളാം, congrats. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? ഷോർട്ട് നോയ്സ് ആണ്. ഓക്കെ, ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. 8 ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ലീഡർ ബോർഡ് സ്റ്റാറ്റസ് നിങ്ങളുടെ വിലയിരുത്തൽ നോക്കുക സ്വന്തമായിട്ട്. ഓക്കെ, എല്ലാവരും കണ്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, 9th one.
A noiseless channel with bandwidth of 4000 Hz transmitting signal with two signal levels. Find the maximum bit rate. 4000 bits per second, 2000 bits per second, 8000 bits per second and 1000 bits per seconds. Answer ചെയ്യാം. ഇനി ആരെങ്കിലും menti.com കയറാനുണ്ടെങ്കിൽ ലിങ്ക് യൂസ് ചെയ്യുക. 9 ക്വസ്റ്റ്യനേ ആയിട്ടുള്ളൂ. ഇവിടെ ലേറ്റ് ആയിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. സഫീഷ്യന്റ് ടൈം ഉണ്ട്, 2 മിനിറ്റ്സോളം അവൈലബിൾ ആണ്. അത്രയൊന്നും ആവശ്യമില്ല, എന്നാലും ഇക്വേഷൻ അറിയാമെങ്കിൽ ഡയറക്റ്റ് ഇടാം. Okay, പെട്ടെന്ന് 1 minute remaining. ഓക്കെ, നിങ്ങളുടെ സ്റ്റാറ്റസ് നോക്കുക. എത്രയാണ് കിട്ടുന്ന ആൻസർ? 8000 ബിറ്റ് പെർ സെക്കൻഡ്സ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 10th one. Aperture effect in the reconstructed signal from sample is due to loss of high frequency component, mid-range frequency components, low frequency component, none of this. 36 seconds remaining. Aperture effect in the reconstructed signal from samples is due to loss of what? Answer ചെയ്യാം. ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷന്റെ പാർട്ടാണ്. ഫ്രം 40 സംതിങ് വീഡിയോസ് തൊട്ട് ഡീറ്റെയിൽ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത പാർട്ടുകളാണ് നമ്മൾ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ആൻസർ ചെയ്യാം. 3, 2, 1 ടൈം അപ്പ്. അപ്പോൾ സ്റ്റാറ്റസ് നോക്കാം, നിങ്ങളുടെ പോളിംഗ് സ്റ്റാറ്റസ്. ആൻസർ ഏതാണ്? ഹൈ ഫ്രീക്വൻസി കമ്പോണൻസ് ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫാസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാം, ഇങ്ങനെയാണ് ലീഡർ ബോർഡിലേക്ക് മുൻപോട്ട് വരിക. Which of the following pulse system is preferred for communication in the presence of noise? PAM, PDM, PPM and none of the above. Which of the following pulse system is preferred for communication in the presence of noise? seconds. ഫാസ്റ്റ് ആയിട്ട്, അത്രയും സമയമൊന്നും ആവശ്യമില്ല. അറിയാമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യം മാത്രം. ഓക്കെ, എവരിവൺ ഹാസ് വോട്ടഡ്. അപ്പോൾ ആൻസർ ഏതാണ്? PPM ആണ് അല്ലെ, നോയിസ് പ്രസൻസിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 12ാമത്തേലേക്ക് നോക്കാം. Companding is used in PCM to reduce bandwidth, reduce power, increase SNR, get almost uniform SNR, signal to noise ratio. ഏതായിരിക്കും ആൻസർ? Companding is used in PCM 2. സിമ്പിൾ ആണ്, എപ്പോഴും കണ്ടുവരുന്ന ഫ്രീക്വന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. ആൻസർ ചെയ്യാം. ക്വസ്റ്റ്യൻ. ഓക്കെ, ഓക്കെ, അപ്പോ എല്ലാവരും ഒന്ന് കണ്ടല്ലോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം അല്ലെ. 13. In a DM system, the granular noise occurs when modulating signal increases rapidly, decreases rapidly, changes within the step size, has high frequency component. എപ്പോഴും കൂടുതലും ചോദിച്ചു കണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ, എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ.
In DM system, the granular noise occurs when modulating signal increases rapidly, decreases rapidly, changes within the step size, high frequency components. Answer ഏതാണ്? Granular noise. Okay, everyone has voted. Congrats. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണോ നോക്കുക. ചേഞ്ചസ് വിത്തിൻ ദ സ്റ്റെപ്പ് സൈസ് ആണ്. ഓക്കെ, മോഡുലേറ്റിംഗ് സിഗ്നൽ ചേഞ്ചസ് വിത്തിൻ ദ സ്റ്റെപ്പ് സൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. In PCM, if the number of quantization level is increased from 4 to 64, then the bandwidth requirement will be 3 times, 4 times, 8 times, 16 times. Answer ചെയ്യാം. ചെയ്ത് നോക്കിയിട്ട് പെട്ടെന്ന് ആൻസർ ചെയ്യുക. ഒരു മിനിറ്റ്. ഓക്കെ, 1 minute റിമൈനിങ്. Forty seconds. ഇത്രയും സമയമൊന്നും ആവശ്യമില്ല കേട്ടോ, അതിനൊന്നും പെട്ടെന്ന് കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പോൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം നീട്ടിയിട്ടതാണ് ഇത്രയും സമയം. കുറച്ച് പേര് പറഞ്ഞിരുന്നു ടൈം കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ എത്ര എടുക്കാൻ പാടില്ല ആക്ച്വലി, അപ്പോൾ അതിന് വേണ്ടി ഇട്ടെന്നേ ഉള്ളൂ ചോദിച്ചുകൊണ്ട്. ഓക്കെ, എവരിവൺ ഹാസ് വോട്ടഡ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ് നോക്കാം. 3 times ആണ്. ഓക്കെ, ആൻസർ ആയിട്ട് വരുന്നത് 3 times ആണ് ബാൻഡ്വിഡ്ത്ത് റിക്വയർമെന്റ് ആയിട്ട് വരുന്നത്. Next one, 15th one. If the baud rate is 1200 and there are 4 bits for each signal elements, then the bit rate is 4800, 1200, 400 and 300. Simple ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ കണ്ടതിരുന്നു. അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. If the baud rate and baud rate bit rate in the relation നമ്മൾ പഠിച്ചിരുന്നതാണ് ഡീറ്റെയിൽഡ് ആയിട്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ത്രീ സെക്കൻഡ്സ്. ഇത്രയൊന്നുമില്ല, അധികം സമയമാണ് എക്സസ് ടൈം. പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യുക കണ്ടുപിടിച്ചിട്ട് എല്ലാവരും തന്നെ. Forty seconds. Twenty seconds. കിട്ടുന്നില്ലേ ആർക്കും? ചെയ്യാതിരിക്കുന്നവർക്ക് മനസ്സിലാവുന്നില്ലേ? ഓക്കെ, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ ടൈം അപ്പ് ആവുന്നു. നിങ്ങളുടെ സ്റ്റാറ്റസ് നോക്കാം. ഓക്കെ, അപ്പോൾ ടൈം അപ്പ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഏതാണ് 4800 ആണ് ഇവിടെ നമുക്ക് ബിറ്റ് റേറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 16th. In a tri-bit modulation, the number of points in constellation is 2, 4, 8, 16. 1 minute ഉണ്ട്, ആൻസർ ആലോചിച്ച് ചെയ്യുക. In a tri-bit modulation, the number of points in constellation is 30 seconds. So
സോ നെക്സ്റ്റ് മോക്ക് ടെസ്റ്റോട്ട് നമ്മൾ ടൈം കുറച്ച് വരുവാണ്, കുറച്ച് കൊണ്ടുവരാം സമയം. 2 മിനിറ്റിനൊക്കെ ഉള്ളത് 1.5 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതനുസരിച്ച് ചെയ്തെങ്കിലേ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് എക്സസ് ആണ് ആക്ച്വലി, നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവും അല്ലെ. അപ്പോ ആൻസർ ചെയ്യുക. ഓക്കെ, 3 സെക്കൻഡ്സ് ടൈം ഔട്ട്. അപ്പോൾ സ്റ്റാറ്റസിലേക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എത്രയാണ് കോൺസ്റ്റലേഷൻ, നമ്പർ ഓഫ് പോയിന്റ്സ് ഇൻ കോൺസ്റ്റലേഷൻ 8 ആണ്. നെക്സ്റ്റ് നിങ്ങളുടെ ലീഡർ ബോർഡ് നോക്കാം. 16 ക്വസ്റ്റ്യൻസ് പിന്നിട്ടപ്പോൾ സ്വയം വിലയിരുത്തുക എല്ലാവരും. ഓക്കെ, കണ്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ. സ്വന്തമായിട്ടുള്ള പൊസിഷൻ എല്ലാവരും ചെക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ 17th question. A 12-channel TDM system where each channel signal bandwidth is 4 kHz is sampled at 8 kHz. Find the bandwidth requirement in TDM. 96, 32, 48, 120. A 12-channel TDM system ആണ് ചോദ്യം. Where each channel signal bandwidth is 4 kHz is sampled at 8 kHz. Find the bandwidth requirement in TDM. (52) 50 seconds remaining. പെട്ടെന്ന് ചെയ്യുക. (30 seconds remaining. ചെയ്യാതിരിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ, പോളിംഗ് ചെയ്യാതിരിക്കുന്നവർ. അവർക്ക് എന്ത് പറ്റി? ആക്ച്വലി ലൈവിലുണ്ട് അവർ, കിട്ടാഞ്ഞിട്ടാണോ അതോ? സഫീഷ്യന്റ് ടൈം ഉണ്ട്. 10 seconds remaining. പെട്ടെന്ന് ചെയ്യാം കിട്ടിയവര്. ഓക്കെ, ടൈം അപ്പ് ആവുന്നു. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പോളിംഗ് സ്റ്റാറ്റസ് നോക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്? ബാൻഡ്വിഡ്ത്ത് റിക്വയർമെന്റ് ഇൻ ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിലാണ് ചോദ്യം. 96 ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 18th one. Which type of handoff used in CDMA? Code division multiple access ൽ ഏത് handoff ആണ് യൂസ് ചെയ്യുന്നത്? soft and hard and none of this. ആൻസർ ചെയ്യാം സ്പീഡിൽ. പ്രീവിയസ് IES ലെവലിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. IES ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് ഒബ്ജക്റ്റീവ് ലെവൽ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ആൻസർ ചെയ്യുക. Type of handoff used in CDM. Six seconds. പെട്ടെന്ന് തന്നെ ചെയ്യാം. 22 പേരെ ചെയ്തിട്ടുള്ളൂ. പെട്ടെന്ന്. ഓക്കെ, അപ്പൊ ഏതാണ് ആൻസർ ആയിട്ട് നിങ്ങളുടെ പോളിംഗ് സ്റ്റാറ്റസ് നോക്കാം. ഓക്കെ, അപ്പൊ ആൻസർ നോക്കുക. ഏതാണ്? സോഫ്റ്റ് ഹാൻഡ് ഓഫ് ആണ് CDMAയിൽ യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ളതിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ പോവാം അല്ലെ. ആക്ച്വലി ഇറ്റ് ഈസ് 19th, second last question. When calculating the maximum number of users, a limiting factor in FDM is the type of media used, the length of the channel, the bandwidth of each signal, all of the above. Frequency division multiple access ലാണ് ലിമിറ്റിംഗ് ഫാക്ടർ എന്താണെന്നുള്ള കാര്യം ചോദിച്ചിരിക്കുന്നത്. While calculating the maximum number of users. പെട്ടെന്ന് ചെയ്യാം. നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ നീങ്ങുന്നു. 10 seconds remaining.
5. Time up. Okay, നിങ്ങളുടെ പോളിംഗ് സ്റ്റാറ്റസ് നോക്കുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഇൻ FDM ലിമിറ്റിംഗ് ഫാക്ടർ ദ ബാൻഡ്വിഡ്ത്ത് ആണ്. ഓക്കെ, ബാൻഡ്വിഡ്ത്ത് ഓഫ് ഈച്ച് സിഗ്നൽ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 20th one, last one. In which modulation the bit rate is 8 times the baud rate? 8 QAM, 64 QAM, 256 QAM, and none of the above. In which modulation the bit rate is 8 times the baud rate? $50 seconds remaining. ഇത്രയും സമയമൊന്നും ആവശ്യമില്ല. ഒരു ഈ ക്വസ്റ്റ്യനൊക്കെ ഒരു മാക്സിമം നിങ്ങൾ എടുക്കേണ്ട ഒരു 25 അല്ലെങ്കിൽ 30 സെക്കൻഡ്സ് കണ്ടുപിടിക്കാൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബബ്ലിങ്ങിന് സമയം പോകും എന്നുള്ള കാര്യമൊക്കെ അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് ടൈം മാനേജ്മെന്റ് ക്രിട്ടിക്കൽ ആണ്. ആ രീതിയിൽ തന്നെ ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോ ഇൻ വിച്ച് മോഡുലേഷൻ ദ ബിറ്റ് റേറ്റ് ഈസ് 8 ടൈംസ് ദ ബോഡ് റേറ്റ്? ക്വാഡ്രേച്ചർ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ ഏത് സിസ്റ്റമാണ് ഈ ഒരു മോഡുലേഷൻ സിസ്റ്റം എന്ന് ചോദിച്ചിരിക്കുന്നത്? ആൻസർ ചെയ്യുക. 10 സെക്കൻഡ്സ് അവസാനത്തെ ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് സെക്കൻഡ്സിലേക്ക് നിങ്ങൾ നീങ്ങുന്നു. അപ്പോൾ ഇന്നത്തെ വിന്നർ ആരാണ് എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ടൈം അപ്പ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? 256 QAM ആണ്. ഓക്കെ, 256 QAM ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മോക്ക് ടെസ്റ്റ് 5ന്റെ ലീഡർ ബോർഡ് നോക്കുക. അപ്പോ ഇന്നത്തെ വിന്നർ ആയിട്ട് വന്നിരിക്കുന്നത് പ്രതിഭയാണ്. കൺഗ്രാറ്റ്സ് പ്രതിഭ, കീപ് ഇറ്റ് അപ്പ്. അപ്പൊ എല്ലാരും മുൻപോട്ട് വരാൻ ശ്രമിക്കുക. പിന്നെ ഷീന, ശ്രീല ഒക്കെ താഴേക്ക് ഒരു ആൾക്കാരുണ്ട്. അപ്പം എല്ലാവരും നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള വിലയിരുത്തലുകൾ നോക്കുക, എവിടാണ് പൊസിഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ മോക്ക് ടെസ്റ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. വീണ്ടും മറ്റ് ഇനിയുള്ളത് 10 വീഡിയോസ് അടുത്ത് പഠിക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ പിന്നെ ഡേറ്റ് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പഠിച്ചു വെക്കുക. 10 വീഡിയോസ്, അതായത് 46 തൊട്ട് 55 വരെയുള്ള വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ അടുത്ത മോക്ക് ടെസ്റ്റ് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. എക്സാമിന് മുമ്പ് തന്നെ നമ്മൾ പഠിച്ച വീഡിയോസ് എല്ലാം തന്നെ ഇതുവഴി റിവൈസ് ചെയ്ത് മോക്ക് ടെസ്റ്റ് ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മോക്ക് ടെസ്റ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അപ്പം വീണ്ടും അടുത്ത മോക്ക് ടെസ്റ്റിൽ കാണാം. അപ്പോൾ നാളെ നമുക്ക് ലോജിക് ഫാമിലീസിന്റെ ക്ലാസ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അത് ഇൻ ഡെപ്ത് ആയിട്ട് പഠിക്കേണ്ടതാണ്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണെന്നുള്ള സ്ട്രാറ്റജി നാളത്തെ ക്ലാസ്സിൽ നടക്കുന്നതാണ്. അപ്പോൾ ലൈവിൽ എല്ലാവരും വരിക. ഓക്കെ, അതുകൊണ്ടാണ് അത് ലൈവിൽ തന്നെ വെക്കാം എന്നുള്ള കാര്യം തീരുമാനിച്ചത്. അപ്പോൾ എല്ലാവരും വരിക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ബൈ, താങ്ക് യു.